ജോലിക്ക് പോകാൻ തുടങ്ങും കേട്ടോ. കുറേ ദിവസമായിട്ട് നമുക്ക് സൗണ്ടൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഓൺ വോയിസ് ഒന്നും ഇടുന്നേ ഇല്ലായിരുന്നു. ജനുവരി 1-ാം തീയതി ഞാൻ ഈ കലണ്ടർ മാറ്റിയിട്ടപ്പം ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതിനെപ്പറ്റിയാണെന്ന് കമൻറ്റ് വന്നത്. അപ്പോൾ അതിനകത്ത് എത്രമാത്രം വാസ്തവം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ കാണിക്കാം. ഇത് ഈ വർഷത്തെ കലണ്ടർ, ഇത് ഞാൻ ഇട്ട സമയത്താണ് അന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞത്. ഇത് 2025, 2024, 2023, 2022. ഇത് മോനുകുട്ടൻ്റെ ആ വർഷത്തെ സ്കൂൾ ടൈം ടേബിളാണ്. 2021, 2020, പിന്നെ 2019. ഈ കലണ്ടർ ഇങ്ങനെ ഞാൻ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇതിങ്ങനെ അങ്ങ് ഇട്ടേക്കും. അപ്പം ഇങ്ങനെ പഴയ കലണ്ടറുകളൊന്നും വീട്ടിൽ സൂക്ഷിക്കരുത്, ദോഷമാണ്. നമ്മളിത് ഇവിടുന്ന് എടുത്ത് മാറ്റാൻ പറ്റുമായിരിക്കും, പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും ഓർമ്മകൾ എത്ര പഴയതാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ചിലതൊക്കെ ഉള്ളൂ, അത് എടുത്ത് കളയാൻ പറ്റുമോ? ഇല്ല. ഈ കലണ്ടറിലും അങ്ങനെ ചിലതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് എടുത്ത് കളയുമ്പം അതൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെറിയുന്നത് പോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുന്നത്. പൊട്ടിത്തകർന്ന സാധനങ്ങൾ, പഴയ സാധനങ്ങൾ, നിലച്ചു പോയ ക്ലോക്ക്, ഇതൊക്കെ വീട്ടിൽ സൂക്ഷിക്കരുതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കണ്ണാടിയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും വെച്ചേക്കാനൊക്കത്തില്ല, അതൊക്കെ ഞാൻ എടുത്ത് മാറ്റാറുണ്ട്. പിന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളൊന്നും വീട്ടിലിങ്ങനെ ആക്രി കൂട്ടി വയ്ക്കുന്ന പോലെ അങ്ങനെ സൂക്ഷിക്കുന്ന സ്വഭാവം എനിക്കില്ല. പക്ഷേ ഇത് പല കാര്യങ്ങളുണ്ട് ഇതിൽ. 2019 ഞങ്ങൾ ഈ വീട്ടിൽ താമസമാക്കിയത്. ആ വർഷം തൊട്ടുള്ള കലണ്ടറാണ്. അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് കുറിച്ച് വെക്കാറുള്ളതൊക്കെ ഇതിനകത്ത് ഇപ്പോഴും ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനെന്തെങ്കിലും മാറ്റം വന്നാൽ നമ്മളിതെല്ലാം ഉപേക്ഷിക്കും. ആ കമൻറ്റ് ഇട്ട ആളിനെയോ ആ കമൻറ്റിനെയോ ഒരിക്കലും കളിയാക്കുകയോ പുച്ഛിക്കുകയോ ഒന്നും ചെയ്യുമല്ല. അതിൻ്റെ വാസ്തവം, എന്നെ സംബന്ധിച്ചുള്ള വാസ്തവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ചുറ്റുമുള്ള ഇങ്ങനെ ബാഹ്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റും, പക്ഷേ ഹൃദയത്തിനുള്ളിൽ ചില കാര്യങ്ങളുണ്ട്, പൊട്ടിത്തകർന്ന് ഉപയോഗശൂന്യമായി നിലച്ചുപോയ ചില കാര്യങ്ങൾ. അതൊന്നും നമുക്ക് എത്ര പഴക്കം ചെന്നാലും ചിലപ്പം വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ഉള്ളവർക്ക് ഈ ഒരു സ്വഭാവം കാണും, അത് വേറെ തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളത് കമൻറ്റ് ഇടണം, എനിക്കൊന്ന് സമാധാനിക്കാം, ആശ്വസിക്കാം. അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.